വാസ്തവം അയാൾ പോലുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമകൾ ചെയ്ത ആളാണ് സാറ്. അപ്പോൾ അത്രയും സീനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് ഇത്ര ഒരു ചെറിയ സിനിമ എടുക്കണമെങ്കിൽ അതിലെന്തെങ്കിലും സാറിന് ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടാവും. അതെന്തായിരുന്നു പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള സിനിമ നോക്കുമ്പം അതിൻ്റെ കഥകളും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പം ഇതിനൊരു കുറച്ച് വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ ഈ കഥയ്ക്കകത്തുണ്ടെന്നുള്ള എനിക്ക് തോന്നി. കാരണം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നു. ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ കഥകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് നല്ല കഥയാണെന്ന് തോന്നി. ഞാൻ വിചാരിച്ചു ശരി, എന്നാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനകത്തിൽ ആർട്ടിസ്റ്റൊന്നും ഇല്ല എങ്കിൽ തന്നെ ആർട്ടിസ്റ്റുകളെല്ലാം വേണമെന്നൊന്നും ഇല്ലല്ലോ. എല്ലാ സിനിമയിലും കഥ നല്ലതാണ്, കഥയും തിരക്കഥയും ഒക്കെ നല്ലതാണെങ്കിൽ വലിയ ആർട്ടിസ്റ്റ് വേണമെന്നൊന്നുമില്ല. ഇപ്പം പല സിനിമകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഇല്ലാത്ത, അല്ലേ? അതെല്ലാം കോടികൾ കാര്യം പറയും. എന്താ വിചാരിച്ച് നമ്മുടെ ഈ സിനിമ കോടികൾ എടുക്കുമ്പോൾ വരുമെന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പുതിയ ആൾക്കാർ വരണം, അല്ലാതെ മറ്റ് പഴയ ആൾക്കാർ മാത്രം നമ്മുടെ ഈ സിനിമയിൽ നിന്നുകൊണ്ട് സിനിമ ഒന്നടങ്കം അടക്കി പിടിക്കുക എന്ന് പറയുന്നത് ശരിയുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പുതിയ ആൾക്കാരെ വെച്ച് ഈ സിനിമ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നമ്മൾ നായകൻ ഇതിനകത്ത് ഈ പൊട്ടനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടൻ കഥാപാത്രത്തെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ വേറെ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും ഈ പൊട്ടൻ കഥാപാത്രം ചിലർ പറയുന്നത് നമുക്ക് പറ്റുന്നില്ല, ശരിയാകത്തില്ല എന്ന് പറയും. ഇത് ചെയ്യുന്ന അപ്പം ചിലർ സമ്മതിക്കുന്നുണ്ട് അവർ ഫ്യൂ എമൗണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ചത് ഇദ്ദേഹത്തിനെ വെച്ച് തന്നെ ചെയ്യാം എന്ന് വെച്ച്. അങ്ങനെയാണ് ഇദ്ദേഹം നായകനായി. അപ്പോൾ ഇദ്ദേഹത്തെ നായകനാക്കുക എന്നുള്ള സാറിൻ്റെ തീരുമാനമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പുള്ളി ആക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ശരിയായി വരുന്നുണ്ട് എന്നുള്ളത് തോന്നി. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി സത്യത്തിൽ അദ്ദേഹം അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ തോന്നിയത് ഇതെന്താണ് ഇത് പൊട്ടൻ, ശരിക്കും ഒരു പൊട്ടൻ കഥാപാത്രം അല്ല. നിങ്ങളാ സിനിമ കാണുമ്പോൾ അറിയാം. സത്യമാണ്, നമ്മൾ ചിരിച്ചു പോയതെന്ന് പറയുന്നത് നമുക്കങ്ങനെ തോന്നിപ്പോവും. ഇത് ശരിക്കും ഒരു പൊട്ടനാണല്ലോ, പൊട്ടൻ കഥാപാത്രമാണല്ലോ എന്നുള്ളത്. പൊട്ടനായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന ഒറിജിനൽ പൊട്ടനായിട്ട് തോന്നും നമുക്ക്. കഥാപാത്രമല്ല, പുള്ളി ഇതിലത്തെ അങ്ങ് ലയിക്കുകയായിരുന്നു ഈ കഥാപാത്രത്തിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തൊരു സിനിമ. അപ്പോൾ അതിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ എത്രത്തോളം എളുപ്പമുണ്ടായിരുന്നു? കാരണം മറ്റൊരാൾക്ക് വേണ്ടി എഴുതിയതായിരിക്കും. ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലെന്തൊക്കെ ചാലഞ്ച് ഉണ്ടായിരുന്നു സാറിന്? ഒരു കോംപ്ലിമെൻ്ററി പോലെ തോന്നുന്നു സാറ് പറഞ്ഞത്. ഈ സിനിമ ശരിക്കും എനിക്ക് വേണ്ടി എഴുതിയതല്ല. ഞങ്ങൾ ഈ കഥ എഴുതി ഒരു വലിയൊരു നടനെ സമീപിച്ചു. അപ്പം കഥ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഡേറ്റ് 1.5 വർഷം വെയിറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമല്ലേ. പിന്നീട് ഞങ്ങൾ വേറൊരു നടനെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഒരു പ്രതിഫലം ചോദിച്ചു. പിന്നീട് ഈ സിനിമയുടെ കുറച്ച് എന്താ പറഞ്ഞാൽ ഞങ്ങൾ വേറെ ആളുകളെ ഇങ്ങനെ സമീപിച്ചപ്പോൾ ക്യാരക്ടർ അത്രയും ഓക്കെ ആയി. ഞങ്ങൾ പ്രതീക്ഷയോടൊന്നും അങ്ങനെ ഇതുപോലെ കോവൽ എന്നൊരു കഥാപാത്രം പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം ഈ സാറിൻ്റെയൊക്കെ സപ്പോർട്ടും മറ്റുള്ളവരുടെ എല്ലാവരും കൂടെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഈ ക്യാരക്ടറായിട്ട് ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കി ഞങ്ങൾ ജസ്റ്റ്. അപ്പം ഓക്കെ ആയിട്ട് തോന്നിയപ്പോൾ എന്നെ ഇവരുടെ പ്രോത്സാഹനമായിരുന്നു ശരിക്കും ഈ കഥാപാത്രത്തിലേക്ക് ഞാൻ വന്നത്. ശരിക്കും അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ കോവൽ എന്ന കഥാപാത്രം വേറൊരു ഏതെങ്കിലും മറ്റൊരു നടൻ ചെയ്യേണ്ടതായിരുന്നു. ശരിക്കും ഒരു ഭാഗ്യമായിട്ട് കിടന്നു. ഇപ്പോൾ ഡയറക്ഷൻ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ ആക്ടർ, ഇതിൽ മൂന്നിലും സാറിന് ഏറ്റവും താല്പര്യം ഏതാ ചെയ്യാൻ? ശരിക്കും ഇത് മൂന്നിലും ഇതിൽ ഞാൻ ആക്ടിങ്ങിൽ വേറൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു. കഥാപാത്രവും വേറൊരു, പക്ഷേ പ്രൊഡ്യൂസിങ്ങിൻ്റെ ഇത് വന്നപ്പം വേറൊരു മാനസികാവസ്ഥ. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വേറൊരു തരം. അപ്പം ഈ ഒരേ സമയം 3 തലത്തിലൂടെ ഞാൻ കടന്നുപോയി മാനസികാവസ്ഥ. ഒരു പർട്ടിക്കുലർ കോർണർ അല്ലായിരുന്നു. ടോട്ടലി എല്ലാത്തിലും ഇൻവോൾവ് ആയതുകൊണ്ട് ഭയങ്കര
ടാസ്ക് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വലിയ വലിയ സിനിമ ചെയ്ത സാർ എൻ്റെ കൂടെ സാറിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വലിയൊരു ഭാഗ്യം പോലെയായിരുന്നു. എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തു. സിനിമയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആഴത്തിൽ നന്നായിട്ട് അറിയാം സാർ. പിന്നെ ഒരുപാട് സിനിമകൾ കഥകൾ കേട്ട ഒരാളാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ എല്ലാ പൾസും കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ത്രൂ ഔട്ട് നിമിഷം വരെ ഉണ്ടായിരുന്നു സാർ. അതൊക്കെ എനിക്ക് ഏറ്റവും റോഷ്നിക്ക് സിനിമ എന്ന് പറയുന്നത് അന്യമായിട്ടുള്ളൊരു കാര്യമില്ല. ഇപ്പം അച്ഛൻ പ്രൊഡ്യൂസറാണ്, സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ചെറുപ്പം തൊട്ട് അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ വലിയ ക്യാരക്ടറോ വലിയ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഞാൻ സ്കൂൾ തൊട്ടാണ് അഭിനയം തുടങ്ങിയത്. അപ്പം 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ ചെയ്തു. പക്ഷേ എല്ലാത്തിനും ഒരു ചെറിയൊരു ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തത്. അപ്പം ഇത് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം കുറേ അഭിനയിക്കാൻ കുറേ ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള സംഭവം ഇറക്കാൻ എനിക്ക് കൊണ്ടുവരാൻ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഒരു ടാലൻറ്റ് കാണിക്കാൻ പറ്റി. ഇതിലൊരു കഥാപാത്രം എങ്ങനെയായിരുന്നു? ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ റേസ് പറഞ്ഞ പോലെ അമ്മുക്കുട്ടി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. നാട്ടുംപുറത്തൊരു കുട്ടി, എന്താ പഠിപ്പിസ്റ്റാണ്, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ പഠിപ്പിസ്റ്റാണ്. എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ, അമ്മയാണ് എപ്പോഴും കൂടെ ഉള്ളത്. അമ്മയാണ് പുള്ളിക്കാരി, കുട്ടിയുടെ സ്ട്രെങ്ത്ത് എല്ലാം. സോ അതാണ് മെയിനായിട്ട് ആ ക്യാരക്ടറിനെ ഞാൻ എന്താ പൊതുവെ പറയാനുള്ളത്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1 വേ ലവ് സ്റ്റോറി എന്നൊക്കെ പറയാം. കോവാലന് അമ്മുക്കുട്ടിയോട് തോന്നുന്ന ഒരു പ്രണയമാണ് മെയിനായിട്ട് കോവാലൻ്റെ ആണ് ഈ കഥയെന്ന് പറയുന്നത്. അപ്പം അമ്മുക്കുട്ടിക്ക് പിന്നെ അങ്ങനെ പ്രണയമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പഠിത്തം അതാണ് മെയിനായിട്ട്. റിയൽ ലൈഫിൽ പ്രണയിച്ചിട്ടുണ്ടോ? റിയൽ ലൈഫിൽ പിന്നെ ആരും പ്രണയിക്കാത്ത എനിക്കല്ല, ഇവിടെയുള്ള എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടോ എന്തായാലും അല്ലേ? പ്രണയിച്ചിട്ടില്ലേ? എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല, ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പാടില്ല. അല്ല, റിയൽ ലൈഫിൽ എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട്. ഞാനും പ്രണയിച്ചിട്ടില്ലെന്ന് പറയത്തില്ല. അപ്പൊ ഇനി മുന്നോട്ട് ഇത് തന്നെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹം? എനിക്ക് ഇതിനാണ് കൂടുതലും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അഭിനയിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഭാവിയിൽ അഭിനയിക്കുമ്പോൾ ഒരു ആരുടെ നായികയാകാനായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം? അങ്ങനൊന്നുമില്ല, എല്ലാവരുടെയും നായിക.